ഇന്നൊരു വ്ളോഗാവാല്ലേ, ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ വീഡിയോ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു, അതിന് പോയതാണ് കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ വെച്ച് തന്നെ ഫംഗ്ഷൻ നടത്തിയത്, ടെറസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ബലൂണൊക്കെ വെച്ചിട്ട് ഒരു ബ്ലൂ വൈറ്റ് കളർ കോമ്പോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാലക്കാടുള്ള ഫ്രണ്ട് തന്നെയാണ്, നമ്മുടെ മക്കളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ ആണ്. അവന് അനിയത്തി ഉണ്ടായി, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷന് പോയതാണ്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് കുറേ പേരുണ്ട്, 5-6 പേര് ക്ലാസ്സിലെ പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു, എൻജോയ് ചെയ്തു കേട്ടോ. സൺഡേ ആയിരുന്നു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. നമ്മൾ ഉച്ചയ്ക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അവിടെയായിരുന്നു. നമ്മളൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ പോയി, കുറച്ച് നേരമൊക്കെ എടുത്തു. അവിടെ എല്ലാവരും വന്ന് സെറ്റ് ആവാനും അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തു. അപ്പോൾ കുറേ മലയാളീസൊക്കെ ഉണ്ട്, മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും കൂടി ടെറസിൽ ഒത്തുകൂടിയതാണ് കേട്ടോ ഇത്. പിന്നെ ഇവരുടെ കുറേ റിലേറ്റീവ്സും ഇവിടെ തന്നെ ഉണ്ട്, അപ്പോൾ അങ്ങനെയും കുറേ ഉണ്ട്. അപ്പോൾ നമ്മളും അവിടെ പോയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികൾക്ക് പിന്നെ കളിക്കാൻ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുക, അവരുടെ ഏജിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല. നമ്മളൊന്നും പിന്നെ അവർക്ക് വേണ്ട, നമ്മൾ പറഞ്ഞു ഒന്നും അവരനുസരിക്കത്തേയില്ല. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ട് നടന്നു. അത് അവസാനം കേക്ക് വന്നപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും റെഡിയായി നിന്നു കേട്ടോ. അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണിത്. നല്ല കേക്ക്, നല്ല കളർ കോംബോ ആയിരുന്നു കേട്ടോ. നല്ല ലൈറ്റ് ബ്ലൂവിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കേക്കാണെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. ഇവർ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പിള്ളേർ കേക്കൊക്കെ കണ്ട് അങ്ങനെ മൊത്തത്തിൽ ചാടി വീഴുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നിന്ന് കേക്ക് കട്ടിങ്ങും വീഡിയോ ഫോട്ടോ സെക്ഷനും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. പിള്ളേഴ്സിട്ട് എന്താണെങ്കിലും എൻജോയ് ചെയ്തു കേട്ടോ. അവരുടെയൊക്കെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി. അവർക്കൊക്കെ എത്ര വർത്തമാനം പറഞ്ഞാലും മതിയാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ എല്ലാവരും കൂടി ചേരുക എന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും നിന്ന് ഭയങ്കര ഫോട്ടോ സെക്ഷനും ഒക്കെ ആയിരുന്നു കേട്ടോ, കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊച്ചാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവളെ മിടുക്കിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അധികം ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡ് മെയിൻ നമ്മുടെ ഫുഡാണല്ലോ, അത് വെജായിരുന്നു കേട്ടോ, കന്നഡ സ്റ്റൈൽ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, രസം, അങ്ങനെ പിന്നെ പലാവ് ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ കറി ഉണ്ടായിരുന്നു, ഒരു മസാലക്കറി പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പൂരി ഉണ്ടായിരുന്നു, ബജ്ജി, അങ്ങനെ പപ്പടം, അങ്ങനെ അച്ചാർ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാലഡ്, അതുപോലെ പായസം, ഗുലാബ് ജാം, ഐസ്ക്രീമിന് പകരം ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സൂപ്പറായിരുന്നു ഫുഡും, നിറയെ ഫുഡും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിക്കാം, അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.